നീ മണി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. രാവിലെ തന്നെ റൊമാൻറ്റിക് മൂഡിലാണല്ലോ. പൊടി. അതെ, നമ്മളിപ്പം ഒരുമിച്ച് ജീവിക്കുക ഇത്ര നാളായില്ലേ, നീ സത്യത്തിൽ ഹാപ്പി അല്ലേ? രവിയേട്ടന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഹാപ്പി അല്ലെന്ന്? അല്ല, എന്നാലും അല്ലേ? തോന്നിയിട്ടില്ലല്ലോ. ശരിക്കും ഹാപ്പിയാണ് രവിയേട്ടാ. എന്ത് ഭാഗ്യമാണ് നല്ലൊരു ഭർത്താവും 2 നല്ല മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കാന്ന് പറയുന്നത്. എത്ര പേർക്ക് കിട്ടും ഈ ഭാഗ്യം? അതെ, ഒരു 100 വർഷം കൂടി നമുക്കിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം അല്ലേ? കണ്ടേ മണി, ഞാനേ നിനക്ക് മുമ്പായിരട്ടെ. അയ്യേ, കിളവന്റെ മനസ്സിലിരിപ്പ് നോക്കണേ. അവിടെ മാമനും ചേട്ടനും ഒക്കെ ഉണ്ട്. അവളിപ്പോ വരും. അപ്പുറത്തെ ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും. കാണാൻ പ്രാന്ത്. ഓ, നേരം കാലൊന്നുമില്ലേ? എന്നാ പിന്നെ തരാം. അയ്യേ, നാളെ എനിക്ക് കണ്ട കണ്ട എന്തു അടിപ്പെട്ടി ഇതോ പ്രോട്ടീൻ പൗഡർ. അയ്യോ, പ്രോട്ടീൻ പൗഡറാ? എന്തിന്റെ പ്രോട്ടീൻ പൗഡർ? എന്തിന്റെ പ്രോട്ടീൻ പൗഡർ എന്ന് വെച്ചാൽ മസിൽസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി. ഈടി ഇതൊന്നും കഴിച്ചൂടാ, വിഷമാണ്. ഇതൊക്കെ അമ്മയടുത്ത് പറഞ്ഞു തരണേ. ആര് പറഞ്ഞാ? ആര് പറഞ്ഞാലും അറിവുള്ളവരെ തന്നെ പറഞ്ഞു. ഇവനെ കഴിച്ചിട്ട് വേണം എനിക്ക് കുറച്ചുകൂടി എന്റെ മസിൽസ് സ്ട്രോങ് ആക്കാൻ. കെമിക്കലാണ് ഇതൊക്കെ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവസാനം കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും വേറെ വല്ല അസുഖവും വരും. എണിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും. അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ തെറ്റായിട്ടുള്ള ധാരണയാണ്. പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ പല പ്രശ്നങ്ങൾ ഇന്റർണൽ ഓർഗൻസിൽ വരും. ഇതൊക്കെ ചുമ്മാത് പറയണാണ്. പ്രത്യേകിച്ച് പെൺപിള്ളേർ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാവും. ആൺപിള്ളേരെ പോലത്തെ രീതിയൊക്കെ ആയി പോകും. ഒന്നുമില്ല, അങ്ങനെ വരുന്നത് സ്റ്റിറോയിഡ്സ് നമുക്ക് ഇൻജെക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പാല് നല്ലതാണോ ശരീരത്തിന്? പിന്നെ പാല് നല്ലതല്ലേ? ആ, അതിപ്പം 5 ലിറ്റർ കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലിറ്റർ കുടിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ ഒരു ദിവസം മൊത്തം തന്നെ തിരിക്കും. ഇരിക്കുമല്ലോ. അവിടെ ഇറങ്ങാൻ സമയം കാണൂല. ഇതേ പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഭവമാണ്, അല്ലാതെ ഈ പറഞ്ഞ പോലത്തെ കെമിക്കലും മറ്റോ അഡീഷണൽ സാധനങ്ങളൊന്നും ഇല്ല. ഇനി നിന്റെ അടുത്ത് വാദിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കഴിച്ചിട്ട് അവസാനം വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ അവസാനം ഞങ്ങളുടെ അടുത്ത് പരാതി കൊണ്ട് വരരുത്. അമ്മ, ഒരു പ്രശ്നം ഉണ്ടാവുമുള്ള ഒരു പരാതി ഞാൻ പറഞ്ഞുകൊണ്ട് വരൂല. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഗുണവും ദോഷവും ഒന്നും അറിയാതെ ഒന്നും ഞാൻ ഒരു കാര്യം ചെയ്യൂല. നിനക്ക് അറിയാന്നുള്ള ധാരണയൊക്കെ നല്ലതാണ്. പക്ഷെ എല്ലാവർക്കും എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. മക്കളെ, ഇതെന്ത് ആവശ്യമില്ല. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉള്ളതൊക്കെ കിട്ടിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം എന്തിന്? വീട്ടിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് മസിലൊക്കെ വരുത്തിക്കാം. അമ്മ, ഫുഡിൽ നിന്ന് കിട്ടുന്നതിന് ഒരു പരിധിയില്ലേ? അതിൽ നിന്ന് കൂടാതെ തന്നെ എനിക്ക് വേണം, എന്നാലേ എനിക്ക് കുറച്ചുകൂടി മസിൽസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം കുടിക്കുന്നത്. നിനക്ക് ഇതിനെ പറ്റിയൊക്കെ വലിയ അറിവാണ്. പക്ഷെ എന്തെങ്കിലും പ്രശ്നം പറ്റി എന്ത് ചെയ്യും? ഒരു പ്രശ്നവും പറ്റൂല. ഞാൻ ഇതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇതാ ഇപ്പൊ കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇനി ഒന്നും പറയണ്ട, നിങ്ങൾ രണ്ടുപേരും. ഇപ്പോഴത്തെ പെൺപിള്ളേരത്ത് വല്ല കാര്യവും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? എല്ലാം അറിയുന്ന നടപ്പിലങ്ങ് പോവല്ലേ? അവസാനം വല്ല അസുഖം വന്ന് കിടപ്പിലായി എന്ത് ചെയ്യും? നമ്മളെല്ലാം നോക്കണ്ടേ? മണി, നമ്മൾ കേട്ടത് തെറ്റാണ്. അവൾക്ക് അറിയാം, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ വാങ്ങിക്കൂ. ഇതൊക്കെ പേടിയാണ് എനിക്ക് പിള്ളേർ ഇതൊക്കെ വാരി കഴിക്കുമ്പോഴത്തേക്കും. അതൊക്കെ പോട്ടു. എടി, നീയേ നിനക്ക് ഓർമ്മയുണ്ട ഞാൻ ആദ്യമായിട്ട് നിന്നെ കാണാൻ വന്നത്, പെണ്ണ് കാണാൻ വന്നപ്പോ ആ സിറ്റുവേഷൻ ഓർമ്മയുണ്ട്? എനിക്കൊരു കുന്തം ഓർമ്മയില്ല. ഞാൻ പഴയകാല ഗതകാല സ്മരണ. മണി, സ്നേഹമായിട്ട് സംസാരിക്കാന്ന് വിചാരിച്ച ഉടനെ തന്നെ അതിനിടയ്ക്ക് അവള് പ്രോട്ടീൻ പൗഡർ കൊണ്ടുപോകും. മക്കളെ ഇച്ചിരി തല മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാർക്ക് ഒരു വിവരമില്ല. അവർക്ക് മാത്രം എല്ലാ കാര്യവും അറിയാം. എല്ലാം അറിയാം. മണി മണി, ഇത് മറ്റേ അന്ന് നമ്മൾ പോയി കണ്ട സിനിമയുടെ പ്രേമം, അതിൽ നായിക ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈല്. കൊള്ളാം കേട്ടോ. കളവന്റെ പ്രേമം അവളെ തൊട്ട് തുടങ്ങിയതാണ്. അത് പറയാനാണ് ഇവ കൊണ്ട് കയറി വന്നേ? അല്ല, അത് പറയാനല്ല ഞാൻ വന്നത്. പിന്നെ എന്തോന്ന് പറയാൻ വന്നത്? മണി, അതെ, ഞാനേ നല്ല കട്ട താടിയൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കും. നാടകത്തിലല്ല അഭിനയിക്കാൻ പോണോ? നാടകത്തിൽ അഭിനയിക്കാന്നില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേനെ. എന്റെ ലുക്ക് ഒന്ന് ചേഞ്ച് ചെയ്താലേ എങ്ങനെ ഉണ്ടാവും? കളിക്ക് കുടിക്കാനുള്ള പൊടിയും കൊണ്ട് ഒരുത്തി മുകളിലോട്ട് കയറി പോയിട്ടുണ്ടല്ലോ, അവളുടെ അടുത്ത് പോയി ചോരും. എന്റെ മണിക്കുട്ടി, നീ അത് വിട്ടില്ലേ? എന്റെ മക്കളെ പറ്റിയേ എനിക്ക് ഇത്തിരി ദണ്ണമുണ്ട്. അങ്ങനെ വിട്ട് കളയാൻ പറ്റൂല. നിങ്ങൾക്ക് കുറെ എണ്ണം കാണുമായിരിക്കും, എനിക്ക് 2 എണ്ണേ ഉള്ളൂ. എന്തോന്ന് മണി പറയണേ? എനിക്ക് കുറെ എണ്ണം ഉണ്ടെന്നാ? എനിക്കും 2 മക്കളേ ഉള്ളൂ. അത് നിനക്ക് അറിയാവുന്നുള്ളവര് തന്നെ. എടി, അവൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവൾ ആലോചിച്ചേ ചെയ്യൂ. പിങ്കിയെ പോലല്ല, 2 വട്ടമെങ്കിലും ആലോചിക്കും അവള്. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അമ്മ അത് തിരുത്തി കൊടുക്കുക. അമ്മ തിരുത്താൻ നേരത്ത് മക്കളെ ന്യായീകരിച്ചോണ്ട് വരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ തന്നെ ഈ പൊടിയൊക്കെ കലക്കി കുടിച്ച് മസിലും പെരിപ്പിച്ചിട്ട് ഇവളെന്തോ മിസ്റ്റർ കേരളയ്ക്ക് പോകണോ? മിസ്റ്റർ കേരള അത് ആൺകുട്ടികളല്ലേ? ആൺപിള്ളേരല്ലേ ഈ മസിലും പെരുക്കിക്കൊണ്ട് നടക്കണത്. അവളെന്തോ ആണുങ്ങളാ? ആൺപിള്ളേരാ. എടി, അവള് ആരോഗ്യത്തിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യണത്? ഇത് കഴിച്ച ആരോഗ്യം പോവത്തേ ഉള്ളൂ മനുഷ്യ. വലിയ പ്രശ്നമാണിത്. എന്ത് വലിയ ഗൗരവപരമായിട്ടുള്ള ഒരു ചർച്ച. ഇച്ചിരി ഗൗരവമുള്ള വിഷയം തന്നെയാ. എന്താ കാര്യം പറയലിയാ? എന്റെ പൊന്നളിയാ, റിങ്കി മോള് ജിമ്മിൽ പോയിട്ട് വരുമ്പോ ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചത്, അത് മണിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്.
എന്റെ അളിയ വാഷിംഗ് പൗഡർ ഏതായാലും എന്താ തുണി വെളുത്താ പോരെ. ഇനി ഒരു പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക. എന്തൊന്ന് പറയണേ? വാഷിംഗ് പൗഡർ അല്ല മണിക്കുട്ടാ, പ്രോട്ടീൻ പൗഡർ. മുഖത്തിടുന്നാലേ? മുഖത്തിടാനല്ല, ഇത് കലക്കി കുടിക്കാൻ. ഇത് ഈ ജിമ്മിൽ പോണവരൊക്കെ നല്ല മസിൽ ഉണ്ടാവാൻ വേണ്ടിട്ട് കലക്കി കുടിക്കണം ഈ പൗഡർ. പൊടി കലക്കി കുടിച്ചാൽ എളുപ്പത്തിൽ മറ്റേ മസിലൊക്കെ വരും. ആമ്പിളരൊക്കെ ഇങ്ങനെ വെക്കൂലേ ബോഡി ബിൽഡിങ്. അയ്യോ, മസിൽ വരാനുള്ള മരുന്ന് കണ്ടുപിടിച്ചോ എന്നാണ് പറയണേ. എനിക്ക് അറിഞ്ഞൂടാ, അത് കേടാണെന്നാണ് എല്ലാരും പറയണത്. വൈദ്യശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങള്. ഇത് എളുപ്പ വഴിയാണെന്ന്. ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഇതൊക്കെ ആരോഗ്യത്തിന് ഭയങ്കര കേടുള്ള സാധനമാന്നേ. ആദ്യപ്പോ അങ്ങനെ വരാൻ സാധ്യതയില്ല. റിങ്കി എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ബുദ്ധി അവക്ക് കിട്ടിയേക്കുന്ന ബുദ്ധി അളിയന്റെ അല്ല, എന്റേതാ. അവള് നല്ലപോലെ ചിന്തിച്ച ഒരു സാധനം തിരഞ്ഞെടുക്കൂ. അതുകൊണ്ട് ഈ സാധനം വശക്കേടാണെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് സംഭവം എന്താണെന്നറിയോ? ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി വരെ അടിച്ചു പോകുന്നാണ് പറയുന്നത്. അയ്യോ, കിഡ്നി അടിച്ചു പോകും. കിഡ്നി അടിച്ചു പോകും, ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട്. ഇതിനേക്കാളൊക്കെ പ്രശ്നങ്ങൾ വേറെ ഇതുണ്ട്, മക്കളുണ്ടാവൂല. അയ്യോ, വന്ധ്യീകരിച്ചു കളയൂ ഇതൊക്കെ ഉള്ളതാണോ? അങ്ങനെ ആയിരിക്കത്തില്ല പെങ്ങളെ. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇത് മരുന്ന് ഷാപ്പിൽ വിൽക്കൂ. അതെ. ഓഹോ, സർക്കാരും നമ്മുടെ നാട്ടിലെ കടകളിലൊന്നും മറ്റേ ആരോഗ്യത്തിന് പ്രശ്നമുള്ള സാധനങ്ങളൊന്നും വിൽക്കുന്നില്ല. ഇല്ല ഇല്ല. മദ്യം ആരോഗ്യത്തിന് ഹാനികരമല്ലേ? നല്ല വൃത്തിയായിട്ട് വിൽക്കണില്ലേ? അയ്യോ പെങ്ങളെ, അത് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിലും നമ്മുടെ മനസ്സിനൊരു സുഖമാണ്. മനസ്സിന് സുഖമാണ്. ആൾക്കാർ ഒരുപാട് പേര് ഫോട്ടോ ആയിട്ട് ഇരിപ്പുണ്ട് കഴിച്ച് അണ്ടപ്പൂരിട്ട്. എനിക്ക് എങ്ങനെ അറിയാം? എന്താ അളിയനെ അറിയാൻ പറ്റ? ഞാൻ ഇത് ഉപയോഗിക്കാറില്ലല്ലോ. കള്ളം പറയരുത്. കള്ളോ? അളിയന്റെ മുഖത്തോട്ടം നോക്കിയേ. ഞാൻ കുടിക്കാറൊന്നുമില്ല. അളിയൻ കുടിച്ചിട്ടില്ലേ? മണിക്കറിയാലോ, ഞാൻ കുടിക്കില്ല. അളിയനൊന്ന് വരണ്ട്. ഞാൻ വരണ്ടതൊന്നുമില്ല. പിന്നെ അഥവാ അതിനെ പറ്റി നല്ല വൃത്തി അറിയണമെങ്കിലേ അവിടെ ആ വർഷാപ്പിൽ ഒരു ആളിരിപ്പുണ്ട്, ഉസ്താദാണ്, ചെന്ന് അന്വേഷിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മാമനെ ഒന്ന് കണ്ടിട്ട് ആരും റിങ്കി ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, ഈ വാഷിംഗ് പൗഡറിനെ കുറിച്ച് അന്വേഷിക്കാൻ. വാഷിംഗ് പൗഡർ അല്ല, പ്രോട്ടീൻ പൗഡർ. ഒന്ന് പറഞ്ഞു ഉപദേശിക്കും, ഇതൊന്നും കഴിച്ചുകൂടാ. ഏതായാലും ഞാൻ അന്വേഷിക്കട്ടെ, റിങ്കി ഒന്ന് കണ്ടുവരട്ടെ. അത് കഴിഞ്ഞ് മാമനെ എല്ലാം കൊള്ളാം. നീ ഇനി അതിൽ പിടിച്ച് ദേഷ്യപ്പെട്ടിരിക്കാതെ മണി. നിങ്ങൾ എന്റെ അടുത്ത് ഒന്നും സംസാരിക്കരുത്. പിള്ളേരെ നശിപ്പിച്ച് വിടുന്നത് നിങ്ങളാണ്. ഞാനാ കൂടുതൽ സംസാരിച്ച് ശരിയല്ല. എന്റെ നെഞ്ചെടുത്ത് എടുത്ത് എറിഞ്ഞിട്ട് വേണം. ദേഷ്യം വന്നു ഞാൻ മൂക്കിന്റെ തുമ്പത്താണ് ദേഷ്യം. മാമൻ ചുമ്മാതെ ഈ വഴിയെ പോയപ്പോഴേ എന്നെ ഒന്ന് കയറി കാണാമല്ലോ എന്ന് വിചാരിച്ചു. കണ്ടില്ലേ? കണ്ട്. ഇതെന്തുവാ? ഇതാ, ഇത് പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ ഇത് എന്തിനുള്ളതാ? ഇത് മസിൽ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ഇത് കഴിച്ചാൽ നമ്മുടെ മസിലൊക്കെ വലുതാവും? വലുതാവും. ആണോ? നീ ഇത് കഴിക്കുന്നുണ്ടോ അപ്പോഴേ? കഴിച്ചു തുടങ്ങിയില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. നിനക്ക് നല്ല ബോഡിയൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയേ? അതെ അതെ, കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കണം മാമ. ജിമ്മി ആകാൻ വേണ്ടി. ഇത് ഏത് പ്രായക്കാർക്കും ഒക്കെ കഴിക്കാവൂ? ഓ, അങ്ങനെ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ കഴിക്കാവൂ. തോന്നും പോലെ ഒന്നും വലിച്ചു വരെ കഴിക്കാൻ പാടില്ല. എന്നാലും ഇത് ആര് കഴിച്ചാലും ഒരു മസിൽ ഉണ്ടാവും. നല്ല മസിൽ ഗ്രോത്ത് വരും. അനാവശ്യ ഫാറ്റ് ഒക്കെ പോവും. അങ്ങനെയൊക്കെ ഉണ്ട്. ആണോ? അത് ശരി. അപ്പൊ ഇതിനൊക്കെ വലിയ വിലയായി കാണുമല്ലേ? ഇത് നല്ല വിലയായി. 10,000 രൂപയുണ്ട് ഇതിന്റെ പ്രോട്ടീന്റെ വില. ഒരു കുപ്പിക്കോ? 10,000 രൂപ? ഇത് കാപ്പൂപ്പ പ്രോട്ടീൻ ഒന്നും അല്ല, നല്ല വിലയുണ്ട്. ഒരു ഷേക്ക് ചെയ്യുമ്പോ തന്നെ നല്ല അലിഞ്ഞു വരും. ആണോ? അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും വരില്ല. അല്ല, പക്ഷെ ഞാൻ എങ്ങാണ്ടൊരിടത്ത് ഞാൻ വായിച്ചു കേട്ടത്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃക്ക അടിച്ചു പോവും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. വിവരമില്ലാത്തവര് പലതും അടിച്ചിറക്കും മാമ. ഇതൊന്നും ഒരു സത്യവും ഇല്ല. ആണോ? അങ്ങനെ കുഴപ്പമൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഞാൻ അതല്ലേ പറഞ്ഞ കൂടിയ സാധനമാണ്. ഇത് കഴിച്ചെന്ന് പറഞ്ഞ ഒരു പ്രശ്നം വരാൻ പോകും. അത് ഈ ശ്രീകുട്ടിയുടെ മുമ്പിലേ എനിക്ക് ഇച്ചിരി മസിലൊക്കെ ആക്കി ഒന്ന് എളിയണമെന്ന് ചെറിയ ആഗ്രഹമുണ്ട്. പക്ഷെ അതങ്ങോട്ട് നടക്കുന്നില്ല. അവള് പോലീസുകാരിയില്ലയോ? ഇതേലും ഇച്ചിരി എനിക്ക് തരുമോ? ഇതോ? അയ്യോ, ഇതങ്ങനെ മാമന് കഴിച്ചൂടാ. അല്ല, അങ്ങനെ എനിക്ക് ഒരുപാട് വേണ്ടാടി. ദിവസം ഒരു 2 സ്പൂൺ വെച്ച്. അയ്യോ മാമ, ഇത് നമ്മള് പ്രായമൊക്കെ നോക്കണ്ടേ, പിന്നെ ഹൈറ്റ് നോക്കണം,
അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നോക്കണം നമ്മള്. ചുമ്മാ വലിച്ചോരി തിന്നാൻ പറ്റില്ല. ഇത് കഴിച്ചിട്ട് വെറുതെ ഇരിക്കാനും പാടില്ല, നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം. അല്ല, അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. ഇച്ചിരി എനിക്ക് തന്നാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളാം. അത് വേണ്ട മാമ, വല്ലതും കഴിച്ചാലേ ഈ പ്രായത്തിൽ അത് പ്രശ്നം വരും. അല്ല, പ്രായത്തിന്റെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോഴും എനിക്ക് എല്ലാരും ഞാൻ കളരിയില്ലയോ കളരിയാ. പക്ഷെ കളരിയിലൊന്നും കാര്യമില്ല മാമ, ഒരു കാര്യവും ഇല്ല. പിന്നെ ഞാൻ ഇത് കഴിക്കുന്നത് നല്ല ബോഡിക്കും പിന്നെ നമ്മുടെ ബിഹേവ് നന്നാവാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അത് ഞാനാ എന്തോ നീ പറഞ്ഞേ? സ്വഭാവം. ബിഹേവ്. അപ്പൊ ഇച്ചിരി കഴിച്ചോളാം മാമ, വേണ്ട. എന്തിനു വെറുതെ? ഞാൻ കഴിച്ചോളാം. വലിയൊരാഗ്രഹമായിരുന്നു. നീ എനിക്ക് തരത്തില്ലല്ലേ? അങ്ങനെയല്ല, ഇത് കഴിച്ച് വെറുതെ മാമ എന്തായാലും വർക്കൗട്ട് ഒന്നും ഇല്ല. മാമ 24 മണിക്കൂർ ശ്രീക്കു മാമിയുടെ പിറകെയാണ്. അപ്പം അതനുസരിച്ച് ഇത് വെച്ച് കഴിക്കാൻ നിന്നേറ്റ ഒരു കാര്യമില്ല. വലിയ പ്രതീക്ഷയോടാ ഞാൻ വന്നത്. അപ്പൊ നീ ഒട്ടും എനിക്ക് തരത്തില്ലല്ലേ? അത് നീ അസൂയുണ്ടാ? അതായത് ഈ വീട്ടിലേ നിനക്ക് മാത്രമേ ഒരു ജിമ്മി ആവാൻ പറ്റും, മറ്റൊരാള് നിന്റെ അടുത്ത് മത്സരത്തിന് വരരുതെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ നീ അങ്ങനെ പറഞ്ഞ. എന്തോന്നൊക്കെ മാമ വിളിച്ച് പറയണത്? വട്ടു പിടിച്ചാ മാമന്. അതുകൊണ്ട് തന്നെയാ നീ പറഞ്ഞത്. അല്ലെങ്കിൽ സ്വന്തം മാമന്റെ മുഖത്ത് നോക്കി നീ തരത്തിൽ നീ പറയുവോ? ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളും പറയത്തില്ല. ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ കാല് വളരുന്നോ കൈ വളരുന്നോ എന്നൊക്കെ നോക്കിയാ. എനിക്ക് വേണ്ട. ഇനി നീ തന്നാലും എനിക്ക് വേണ്ട, ഒട്ടും വേണ്ട. ആ കുപ്പി മൊത്തത്തിൽ എനിക്ക് തന്നാലും ഇനി എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ഇതിന് ആര് തരണം? ഞാൻ തരണമൊന്നുമില്ല. എനിക്ക് വേണ്ടാടി. ഞാൻ വേറെ സ്വർണ്ണോ പണമൊന്നും ചോദിച്ചില്ലല്ലോ. 2 ടീസ്പൂൺ വെച്ചിട്ട് പിന്നെ പ്രോട്ടീൻ അല്ല പ്രോട്ടീൻ എന്തോ ആയിക്കോട്ടെ എനിക്ക് വേണ്ട നിന്റെ. ഞാൻ വേറെ നോക്കിക്കോളാം. നീ വല്ല ജിമ്മിയായിട്ടില്ലേ? വാ കാണിച്ചു തരാം അവിടെ. എനിക്കും അറിയാം ഇത്. എനിക്ക് കാശ് കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും. നന്ദി വേണോടി, നന്ദി. ഇത്രയും കൂടെ ഒറ്റയ്ക്ക് നിന്നിട്ട് നിന്റെ വയറളവ് കൂടി. ഞാൻ സഹിച്ചു. എനിക്കത് കാണണം. കണ്ടോ? ഇനി വയസ്സാകാലത്ത് ഇനി പ്രോട്ടീൻ കലക്കി കുടിക്കാത്തതിന്റെ കുറവും കൂടിയേ ഉള്ളൂ. എന്തായാലും എന്റെ വർക്കൗട്ട് ആയിരുന്നില്ല, ഒരു ഗ്ലാസ് കലക്കി കുടിക്കാം. ഗ്ലാസ് എടുത്തോണ്ട് അത് കൊള്ളാമല്ലോ. ഏത് കാര്യത്തിനും മാന്യതയുണ്ട്. മാന്യത വിട്ട് പെരുമാറിയാലേ മണിക്കൂറും സഹിക്കത്തില്ല. നീ എന്തിനായിരുന്നു ഉറുകുറുന്നത്? കഴിക്കാനായിട്ടേ 1 സ്പൂൺ വാഷിംഗ് പൗഡർ ചോദിച്ചിട്ട് ആ റിങ്കി തന്നില്ല മാമ. വാഷിംഗ് പൗഡറാ? വാഷിംഗ് പൗഡർ അല്ല, പോർട്ടീൻ പൗഡർ. അത് ചോദിച്ചിട്ട് തന്നില്ല അവള്. അതെന്തിനുള്ളത്? എന്റെ മാമയിലെ മസിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു പൗഡർ ഉണ്ട്. അതവൾ തന്നില്ല. സത്യം പറഞ്ഞാലേ ഈ കണക്കിന് ചാവാൻ കിടന്നാല് ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ അവള് തരത്തില്ല. അല്ല, മാമൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവക്ക് ഒരുപാട് മാമന്മാരുണ്ടോ അമ്മാവന്മാരുണ്ടോ? ഉണ്ടോ? എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇല്ല. ആ പടം ഞാനല്ല ഒരു മൂട് അമ്മാവനുള്ളത്. ഞാൻ ചോദിച്ചിട്ട് അവള് തരുന്നില്ല. അല്ല, ഇതുപോലെ 10 പാക്കറ്റ് എനിക്ക് വാങ്ങിക്കാൻ അറിയാൻ വേണ്ടിയിട്ടല്ല, കൈ കാശുണ്ട്. പിന്നെ പോയി വാങ്ങില്ല. അല്ല, പക്ഷേ എവിടെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ മാമ. എവിടെ കിട്ടും അത്? എന്തോ എവിടെ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. മെഡിക്കൽ സ്റ്റോറിൽ വല്ലതും കാണുമായിരിക്കും. എന്തോ അതൊരു 2-3 പാക്കറ്റൊക്കെ ഒറ്റയടിക്ക് കഴിച്ചിട്ട് മസിലും ഒക്കെ പെരിപ്പിച്ച് ഒരു കുട്ടിനിക്കറും ഒക്കെ ഇട്ട് നിങ്ങളുടെ മുമ്പിലൂടെ ഒക്കെ എനിക്കൊന്ന് വിലസി നടക്കണം. അത് മാത്രമല്ല, മസിലെല്ലാം ഉണ്ടാക്കിയിട്ട് ശ്രീകുട്ടിയുടെ മുമ്പിലും ഒന്ന് പെരിപ്പിച്ച് കാണിക്കണം. അതെന്റെ ഒരു വലിയ ആഗ്രഹമാണ്. മാമൻ എന്താ ഒന്നും മിണ്ടായിരിക്കും? അല്ല, എല്ലാം നീ തന്നെ പറയുന്നു, ഞാൻ എന്തിനു പറയാ? എന്തെങ്കിലും അഭിപ്രായം പറയണ്ട മാമ. ഞാൻ എന്തിനു പറയാടേ? എനിക്ക് ഇതിന്റെ ഒരു വിവരവും എനിക്കറിഞ്ഞു. അല്ല, മണിക്കൂട്ടനെ അങ്ങനെ തോപ്പിക്കാനൊന്നും പറ്റത്തില്ല. മണിക്കൂട്ടന്റെ കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ മാമ. കേട്ടോ? അങ്ങനെ ഈ മണിക്കൂട്ടനെ ഒറ്റയ്ക്കൊന്നും പറ്റത്തില്ല മാമ. കാണിച്ചു തരാം. ശരി. അത് കൊള്ളാമല്ലോ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്.
എന്നിട്ട് അതെ റെഡി ഈ മസിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. എടുത്ത് എടുത്ത് അത് എടുത്ത് എനിക്ക് ഇതിട് ആ ഇനി ഇത് ആ എടുത്ത്. ആ അത്. ആ ആ എട് എടുത്ത് എടുത്ത് ആ ആ അയ്യടാ ഒരുപാടായി വേണം ആ ഇനി ഇത് ആ ഒരുപാടായി ഡേയ് നോക്ക് ആ ഇങ്ങോട്ട് നോക്ക് എനിക്ക് തോന്നുന്നില്ല മസിൽ വലുതായിരുന്നു എന്റെ മസിൽ വലുതായിട്ടില്ലേ എനിക്ക് തോന്നുന്നില്ല ഇത്രയും കഴിച്ചിട്ടു ആ ആ എനിക്ക് തോന്നുന്നില്ല അപ്പോഴേ ആ. ഇത്രയും കഴിച്ചാ പോരാ പോരാ കുറച്ചുകൂടെ കഴിക്കണം അത് തന്നെ അതിനിപ്പോ എന്റെ കണ്ണിന്റെ കുഴപ്പം വല്ലതും ആണോ എന്തോ ആ. ഡേയ് ആ. എന്റെ കണ്ണിന്റെ കുഴപ്പം വല്ലതും തന്നെ അല്ല കണ്ണിന്റെ കുഴപ്പം ഞാൻ പെങ്ങളെ ഒന്ന് കാണിച്ചായിരുന്നു ആ ആ, ആ, ആ. അപ്പൊ അവളും പറഞ്ഞ് വലിയ മാറ്റമൊന്നുമില്ല അവള് പറഞ്ഞാ ആ. അപ്പൊ എന്റെ കണ്ണിന്റെ കുഴപ്പമൊന്നുമല്ല ആ ഏതായാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല മാമ ആ. ഉം? ഞാൻ ഒന്നുകൂടെ ഏ. കുറച്ചുകൂടെ ഒന്ന് കഴിച്ചിട്ട് ആ കുറച്ച് എക്സസൈസും ഒക്കെ ചെയ്തിട്ട് വരാം ശരി അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അത് കൊള്ളാം കഷ്ടം. അമ്മ അമ്മ എന്തുവാടി ഒന്ന് ഇങ്ങോട്ട് വാ. ഞാൻ വരണ്ട വിളിച്ചു കൂവല്ലേ എന്തുവാടി വിളിച്ചു കൂണേ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാല് അതെനിക്ക് ഉപയോഗിക്കാനും അറിയാം. അതിന് അതിനാ അമ്മ ഒളിപ്പിച്ചു വയ്ക്കാതൊക്കെ ആ സാധനം കേട്. എന്തോ സാധനം ഒളിപ്പിച്ചു വെച്ചു ആരും ഒളിപ്പിച്ചു വെച്ചു എന്തോന്ന് കൊള്ളാം കൊള്ളാം, നല്ല നാടകം കേട്ടാ. ഓസ്കാർ അവാർഡ് കിട്ടും. അമ്മ കളിക്കല്ലേ താ. ഞാൻ ഒന്നും ഒളിപ്പിച്ചു വെച്ചില്ല എന്തോ സാധനം കാണാതായത് എന്തോന്ന് അച്ഛാ എന്തോന്നാ എന്റെ കാണാതെ സാധനം കിട്ടാ. പൈസ ഒന്നും എന്റെ കയ്യിലില്ല പൈസ ഒന്നും അല്ല, പിന്നെ? പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡറാ പ്രോട്ടീൻ പൗഡറാ? അനെന്തോ പറ്റി അത് നിന്റെ അല്ലേ ഇരിക്കുന്നത് അച്ഛാ അഭിനയിക്കല്ലേ അച്ഛാ. 10-15 രൂപയുടെ സാധനമാണ്, ചുമ്മാ കളിക്കാതെ താ. ഞാൻ എടുത്താ അത് എവിടെ പോയി ഇവിടെ പോയി നിന്റെ അടുത്താ ചോദിക്കണേ. പിന്നെ നിന്റെ അടുത്തല്ലാതെ ഞാൻ അത് കഴിക്കൂന്ന് പറഞ്ഞതിന്റെ ഇതല്ലേ നിങ്ങൾ രണ്ടുപേരും ദേഷ്യം തീർത്തത്. മക്കളെ നീ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷെ ഞങ്ങൾ അതൊന്നും എടുത്തൊന്നുമില്ല മണി ഈടി വേറെ കാര്യം പറയട്ടാ, നീ അത് വാങ്ങിച്ചോണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ നെറ്റിൽ നോക്കി പ്രോട്ടീൻ പൗഡറിനെ പറ്റിട്ട് പ്രശ്നമില്ലാന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി ആ അപ്പൊ താ. എന്തൊരു ബഹളം ഇത്? മാമ അവളുടെ പ്രോട്ടീൻ പ്രോട്ടീൻ പൗഡർ ഒളിപ്പിച്ച് വെച്ചേക്കുന്നു രണ്ടുപേരും കൂടി. അമ്മ തന്നെ ഒളിപ്പിച്ചത്. ഞങ്ങളല്ല പിന്നാരും അടുത്ത് വല്ല ചാത്തൻ അമ്മ വല്ലതും എടുത്തോണ്ട് എന്ത് ഡാൻസ് കളിക്കണ മണിക്കുട്ടാ എന്തുവാ ഇത് വിറക്കിത് കേട്ടോ. നോക്ക് ചുണ്ടൊക്കെ വെളുത്ത് ചേട്ടാ എന്ത് പ്രശ്നം എന്ത് പറ്റി മാമ? ഇങ്ങോട്ട് നിക്ക്. എന്റെ പൊന്നെ എന്തുവാ ഇത് മണിക്കുട്ടാ വയറോ വയറോ ആര് പിടിക്കുക പോയാ ഇഞ്ചക്ഷൻ
ഇഞ്ചക്ഷൻ വെച്ചാ ഇത് വേണ്ട, ഇത് പറ്റിയത് പറ. കാര്യം പറ. ആ വെള്ളം ഒടിച്ചിട്ടുണ്ട്, അതാണ് സംഭവം. വെള്ളം നേരത്തേലോടാ പിന്നെ ഇവള് മാറ്റി വെച്ച പോക്കിരി പൗഡർ എടുത്തില്ലേ ഓക്കിരി പൗഡർ അല്ല, പ്രോട്ടീൻ പൗഡർ. അത് തന്നെ അത് തന്നെ അത് കഴിച്ചാ? അയ്യോ, അത് കഴിച്ചെങ്ങനെയാ? പ്രോട്ടീൻ പൗഡർ ഫുള്ള് വായിക്കത്ത് കമ്പിട്ടിയാ. അയ്യോ അച്ഛാ, ആംബുലൻസ് വിളിച്ചോ? ആശുപത്രി കൊണ്ടുപോടാ അയ്യോ ചേട്ടാ, ഇരിക്കവിടെയില്ല. ഇങ്ങോട്ട് ഇരി, മണിക്കൂട്ടാ. ഇരിക്കണ അവിടെ ഇങ്ങോട്ട് വാ. ചേട്ടാ ചേട്ടാ ഇരിക്ക്. ഇത് പെട്ടെന്ന് വയറിളക്കിയില്ലെങ്കിൽ പ്രശ്നമാവും ഇത്. മണിക്കൂട്ടാ. ബോധം കിട്ട്. മണിക്കൂട്ടാ. അയ്യോ ചേട്ടാ, പതുക്കെ. മണിക്കൂട്ടാ. മണിക്കൂട്ടാ. അയ്യോ ബോധം പോയിന്നാ തോന്നുന്നു. ബോധം പോയി. മണിക്കൂട്ടാ, ഏയ്, ബോധം പോയി മാമ. എന്റെ പൊന്നി ഇവിടെ വണ്ടി പിടിച്ച് കൊണ്ടുപോടാ